വന്നല്ലോ വന്നല്ലോ വനമാല വന്നല്ലോ ഈ ഒരൊറ്റ വാചകം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിയെത്തുന്നത്? ഒരു പക്ഷേ ഒരു സോപ്പിന്റെ മണമല്ല, മറിച്ച് നമ്മുടെ കുട്ടിക്കാലമാണ്. വൈകുന്നേരങ്ങളിൽ ടിവിയിൽ കണ്ടിരുന്ന ഒരു പരസ്യം, അതിലെ പാട്ട്, ആ നീല നിറമുള്ള വാൻ, ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു സോപ്പിന്റെ കഥ പറയാനല്ല. വനമാല എന്ന ബ്രാൻഡിന്റെ ഉദയവും അതിന്റെ വലിയ വിജയവും പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും സംസാരിക്കാനാണ്. ഇതൊരു ബിസിനസ് കഥ മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ്. വനമാലയുടെ കഥ പറയണമെങ്കിൽ നമ്മൾ ആദ്യം മറ്റൊരു വലിയ വിജയഗാഥ അറിയണം. അത് ജ്യോതി ലാബ്സ് എന്ന കമ്പനിയുടെയും അതിന്റെ സ്ഥാപകൻ MP രാമചന്ദ്രന്റെയും കഥയാണ്. തൃശൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച രാമചന്ദ്രൻ എന്ന മനുഷ്യൻ വെറും 5000 രൂപയുമായാണ് തന്റെ ബിസിനസ് ആരംഭിച്ചത് എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത് സത്യമാണ്. 1983-ലാണ് അദ്ദേഹം ജ്യോതി ലാബ്സ് തുടങ്ങുന്നത്. അന്ന് അദ്ദേഹത്തിന് വലിയ ഫാക്ടറികളോ ആയിരക്കണക്കിന് ജോലിക്കാരോ ഉണ്ടായിരുന്നില്ല. സ്വന്തം വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ചെറിയ ഷെഡിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉൽപ്പന്നം വനമാല ആയിരുന്നില്ല. അത് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഉജാലയായിരുന്നു. അന്ന് വിപണിയിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. അങ്ങനെയാണ് സ്വന്തമായി ഒരു ഫോർമുല കണ്ടുപിടിച്ച് അദ്ദേഹം ഉജാല ഉണ്ടാക്കിയത്. വീടുകൾ തോറും കയറി ഇറങ്ങി വീട്ടമ്മമാരോട് സംസാരിച്ച് അദ്ദേഹം ആ ഉൽപ്പന്നം വിറ്റു. ആ കഠിനാധ്വാനം വെറുതെ ആയില്ല. ഉജാല വലിയൊരു വിജയമായി മാറി. കേരളത്തിലെ എല്ലാ വീടുകളിലും ഉജാല എത്തി. ഈ വിജയത്തിൽ നിന്നാണ് ജ്യോതി ലാബ്സ് വളർന്നത്. പക്ഷേ രാമചന്ദ്രൻ അവിടെയും നിർത്താൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് തോന്നി, നമുക്ക് തുണി കഴുകാൻ നല്ലൊരു സോപ്പ് കൂടി ഉണ്ടാക്കിയാലോ എന്ന്. അക്കാലത്ത് വലിയ വലിയ കമ്പനികൾ വാഴുന്ന വിപണിയായിരുന്നു സോപ്പിന്റേത്. അവിടെ പിടിച്ചു നിൽക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. പക്ഷേ ഉജാലയുടെ വിജയം നൽകിയ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് 1990-കളുടെ അവസാനത്തിലും 2000-ത്തിന്റെ തുടക്കത്തിലുമായി വനമാല എന്ന സോപ്പ് വിപണിയിലേക്ക് വരുന്നത്. ജ്യോതി ലാബ്സ് വനമാല സോപ്പ് പുറത്തിറക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലൊരു സോപ്പ് നൽകുക. അന്ന് വിപണിയിൽ ഉണ്ടായിരുന്ന പല സോപ്പുകളും സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിലയിൽ ആയിരുന്നില്ല. അല്ലെങ്കിൽ വില കുറഞ്ഞ സോപ്പുകൾക്ക് ഗുണനിലവാരം കുറവായിരുന്നു. ഈ വിടവ് നികത്താനാണ് വനമാല എത്തിയത്. ഇതൊരു ഓയിൽ ബേസ്ഡ് സോപ്പായിരുന്നു. അതായത് നമ്മുടെ കൈകൾക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിദത്തമായ എണ്ണകളുടെ അംശം അടങ്ങിയ സോപ്പ്. ഇതിന്റെ പേര് തന്നെ ശ്രദ്ധിക്കുക, വനമാല. കാട്ടിലെ പൂക്കൾ കോർത്തുണ്ടാക്കിയ മാല എന്നാണ് ഇതിന്റെ അർത്ഥം. പേരുപോലെ തന്നെ സുഗന്ധമുള്ളതും പതയുന്നതുമായ ഒരു സോപ്പായിരുന്നു ഇത്. 2001-ൽ വനമാല കേരളത്തിൽ വലിയ രീതിയിൽ ലോഞ്ച് ചെയ്തു. എന്നാൽ വെറും ഒരു സോപ്പ് കടകളിൽ വെച്ചാൽ ആളുകൾ വാങ്ങുമോ? ഇല്ല. അതിന് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കണം. അവിടെയാണ് മാർക്കറ്റിംഗ് എന്ന തന്ത്രം വരുന്നത്. വനമാലയുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം അതിന്റെ പരസ്യമായിരുന്നു. ഇവിടെയാണ് നമ്മൾ KN ശശിധരൻ എന്ന പ്രതിഭയെ ഓർക്കേണ്ടത്. പ്രശസ്തനായ ഒരു പരസ്യ സംവിധായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് വനമാലയുടെ ആ ഐക്കണിക് പരസ്യം സംവിധാനം ചെയ്തത്. ആ പരസ്യം ഓർമ്മയില്ലേ? ഒരു ഗ്രാമത്തിലേക്ക് വനമാലയുടെ സോപ്പുകൾ നിറച്ച ഒരു വാൻ വരുന്നു. അത് കാണുമ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന സന്തോഷം. ആ പരസ്യത്തിൽ അഭിനയിച്ചത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? സാക്ഷാൽ സിദ്ദിഖും കാവ്യ മാധവനും. സിദ്ദിഖ് ആ വാനിന്റെ ആണ് വരുന്നത്. അദ്ദേഹം വാൻ നിർത്തുമ്പോൾ ഗ്രാമത്തിലെ പെൺകുട്ടികൾ ഓടി വരുന്നു. അതിൽ കാവ്യമാധവൻ ചോദിക്കുന്ന ആ ചോദ്യം, അല്ലെങ്കിൽ പറയുന്ന ആ ഡയലോഗ്, വന്നല്ലോ വനമാല, അതൊരു സാധാരണ ഡയലോഗ് ആയിരുന്നില്ല. അതൊരു പാട്ടായിരുന്നു, ഒരു ജിങ്കിൾ. ആ പാട്ടിന്റെ ഈണം ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. വളരെ ലളിതമായ വരികൾ, കേട്ടാൽ പാടാൻ തോന്നുന്ന സംഗീതം. ഇതായിരുന്നു ആ പരസ്യത്തിന്റെ വിജയം. ടിവിയിൽ സീരിയലുകളുടെ ഇടയിലും സിനിമകളുടെ ഇടയിലും ഈ പരസ്യം 100 തവണ വരും. ഓരോ തവണ കേൾക്കുമ്പോഴും വന്നല്ലോ വനമാല എന്ന വരി ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു. അക്കാലത്ത് കാവ്യമാധവൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. സിദ്ദിഖ് ആകട്ടെ ജനപ്രിയനായ നടനും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ ആ പരസ്യത്തിന് ഒരു സിനിമാറ്റിക് ഭംഗി ലഭിച്ചു. വെറും ഒരു സോപ്പ് പരസ്യം എന്നതിലുപരി അതൊരു ആഘോഷം പോലെയായിരുന്നു ചിത്രീകരിച്ചത്. ഈ പരസ്യം ഹിറ്റായതോടെ വനമാല സോപ്പും ഹിറ്റായി. കടകളിൽ ചെന്ന് ആളുകൾ ആ വനമാല സോപ്പ് തരൂ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഉജാല ഉണ്ടാക്കിയ വിശ്വാസവും പരസ്യം ഉണ്ടാക്കിയ ആകർഷണവും കൂടിയായപ്പോൾ വനമാല കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സോപ്പുകളിൽ ഒന്നായി മാറി. എന്തുകൊണ്ട് വനമാല വിജയിച്ചു? വനമാലയുടെ വിജയം വെറും ഭാഗ്യം മാത്രമായിരുന്നില്ല. അതിനു പിന്നിൽ കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരന്റെ പോക്കറ്റിന് ഇണങ്ങുന്ന വിലയായിരുന്നു വനമാലയുടേത്. വലിയ ബഹുരാഷ്ട്ര കമ്പനികളുടെ സോപ്പുകളെക്കാൾ വില കുറവായിരുന്നിട്ടും വനമാല നല്ല വൃത്തി നൽകിയിരുന്നു. ജ്യോതി ലാബ്സ് എന്ന കമ്പനിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം. ഉജാലയുടെ നിർമ്മാതാക്കൾ ആയതുകൊണ്ട് തന്നെ വനമാലയും നല്ലതായിരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. കേരളത്തിലെ ഏത് ചെറിയ ഗ്രാമത്തിലെ കടയിലും വനമാല ലഭിക്കുമായിരുന്നു. ജ്യോതി ലാബ്സിന് ശക്തമായ ഒരു വിതരണ ശൃംഖല ഉണ്ടായിരുന്നു.
ഉജാല വിൽക്കാൻ പോകുന്ന വാനുകളിൽ തന്നെ വനമാലയും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ വന്നല്ലോ വനമാല എന്ന പരസ്യം ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. കുട്ടികൾ പോലും കളിക്കുമ്പോൾ ഈ പാട്ട് പാടിയിരുന്നു. അതൊരു ബ്രാൻഡ് എന്നതിലുപരി ഒരു തമാശയായും ഒരു ചൊല്ലായും മാറി. ആരെങ്കിലും വൈകി വരുമ്പോൾ ആ വന്നല്ലോ വനമാല എന്ന് തമാശയായി പറയുന്ന രീതി പോലും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. എന്നാൽ ബിസിനസ് ലോകത്ത് ഒന്നും ശാശ്വതമല്ല. മാറ്റം മാത്രമാണ് സത്യം. 2000ത്തിന്റെ പകുതിയോടെ കേരളത്തിലെ വീടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒന്നാമതായി വാഷിംഗ് മെഷീനുകൾ വീടുകളിൽ സ്ഥാനം പിടിച്ചു. പണ്ട് കല്ലിലിട്ട് തുണി അലക്കിയിരുന്ന രീതി മാറി. വാഷിംഗ് മെഷീൻ വന്നപ്പോൾ സോപ്പിന് പകരം വാഷിംഗ് പൗഡറുകൾക്ക് ഡിമാൻഡ് കൂടി. ബാർ സോപ്പ് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. രണ്ടാമതായി ജനങ്ങളുടെ വരുമാനം കൂടി. ആളുകൾ കൂടുതൽ വില കൂടിയ ഡിറ്റർജന്റുകളിലേക്ക് മാറി. സർഫ് എക്സൽ, ഏരിയൽ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകൾ ടിവിയിൽ വലിയ പരസ്യങ്ങൾ നൽകി. ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഡിറ്റർജന്റുകളും വിപണിയിലെത്തി. മൂന്നാമതായി മത്സരം. വനമാലയുടെ വിജയത്തിന് ശേഷം പല ചെറിയ കമ്പനികളും സോപ്പുകൾ ഇറക്കി. അതുപോലെ തന്നെ വലിയ കമ്പനികൾ വില കുറച്ച് സോപ്പുകൾ ഇറക്കാനും തുടങ്ങി. ഇതോടെ വനമാലയ്ക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടേണ്ടി വന്നു. ക്രമേണ കടകളിലെ ഷെൽഫുകളിൽ നിന്ന് വനമാല അപ്രത്യക്ഷമായി തുടങ്ങി. ജ്യോതി ലാബ്സ് തന്നെ അവരുടെ ശ്രദ്ധ മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക് മാറ്റി. അവർ എക്സോ ഡിഷ് വാഷ് ബാർ, മാക്സോ കൊതുകുതിരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ ഹെൻകോ എന്ന വലിയൊരു ഡിറ്റർജന്റ് ബ്രാൻഡിനെ അവർ സ്വന്തമാക്കി. ഇതോടെ തുണി കഴുകാൻ ബാർ സോപ്പിനേക്കാൾ പൗഡറിനും ലിക്വിഡിനുമാണ് ഭാവി എന്ന് കമ്പനി തിരിച്ചറിഞ്ഞു. ഇന്ന് നിങ്ങൾ കടകളിൽ ചോദിച്ചാൽ വനമാല സോപ്പ് കിട്ടാൻ പ്രയാസമാണ്. 2019 വരെ അതിന്റെ ട്രേഡ് മാർക്ക് പുതുക്കിയിരുന്നു. എങ്കിലും പഴയതുപോലെയുള്ള ഒരു വിപണി സാന്നിധ്യം ഇന്നില്ല. എങ്കിലും പൂർണ്ണമായും അത് ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. ചില നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും അത് കണ്ടേക്കാം. പക്ഷേ ഒരു കാലത്ത് കേരളത്തെ ഇളക്കി മറിച്ച ആ പ്രതാപം ഇന്ന് വനമാലയ്ക്കില്ല. 3 വർഷം മുൻപ്, അതായത് 2022 വനമാലയുടെ പരസ്യം സംവിധാനം ചെയ്ത KN ശശിധരൻ അന്തരിച്ചപ്പോൾ പത്രങ്ങളും ചാനലുകളും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വന്നല്ലോ വനമാല എന്ന പരസ്യത്തിന്റെ സ്രഷ്ടാവ് എന്നായിരുന്നു. ആ ഒരൊറ്റ വരി മതി ആ ബ്രാൻഡ് നമ്മുടെ സംസ്കാരത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാൻ. വനമാല എന്ന സോപ്പിന്റെ കഥ വെറും ഒരു ഉൽപ്പന്നത്തിന്റെ കഥയല്ല. അതൊരു സംരംഭകന്റെ സ്വപ്നത്തിന്റെ കഥയാണ്. MP രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തിയുടെ കഥയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ബിസിനസ്സുകൾ എങ്ങനെ മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. അതിലുപരി അത് നമ്മുടെയെല്ലാം ഓർമ്മകളുടെ ഒരു ഭാഗമാണ്. ആ പരസ്യവും ആ പാട്ടും ആ നീലവാനും നമ്മുടെ ബാല്യകാലത്തിന്റെ ഒരു അടയാളമാണ്. ഇന്ന് വനമാല സോപ്പ് വിപണിയിൽ ഇല്ലായിരിക്കാം. പക്ഷേ ഒരു തലമുറയുടെ മനസ്സിൽ വന്നല്ലോ വനമാല എന്ന ആ വരി എന്നും മായാതെ നിൽക്കും. ഒരു ചെറിയ ആശയം കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചാൽ അതെങ്ങനെ ചരിത്രമാകും എന്ന് വനമാല നമ്മളെ പഠിപ്പിക്കുന്നു. ജ്യോതി ലാബ്സ് എന്ന വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു ചെറിയ കല്ലായി വനമാലയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എല്ലാവർക്കും നന്ദി.